നമ്മൾ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ ഒരേ ഒരു സെൻറ്റൻസ്, ഓൺലി വൺ സെൻറ്റൻസിൽ നിന്ന് ഒരു 10 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും എളുപ്പത്തിൽ സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള വളരെ ഈസിയായ ഒരു ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് നമുക്കൊരു 10 രീതിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറയുവാണ്, ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അവൻ എന്ത് ചെയ്യുന്നു? അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈസ് ഗോയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് അല്ലെങ്കിൽ എന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ഈസ്, ആം അല്ലെങ്കിൽ ആർ എന്നുള്ള ഉപയോഗം പോവുകയാണ്, വരികയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ സെൻറ്റൻസിൽ നിന്നും ഈ ഒരു അർത്ഥം മനസ്സിലാവുമ്പോൾ നമുക്ക് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പോവുകയല്ല എന്നെങ്ങനെ പറയാം? അത് നമുക്ക് ഈ സെൻറ്റൻസിൽ നിന്നും മനസ്സിലാക്കാം. പോവുകയാണോ എന്നതും ഈ ഒരു ചെറിയ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് പിടികിട്ടും. അതുപോലെ പോവുകയല്ലേ, അവൻ എവിടെ പോവുകയാണ്, അതുപോലെ എങ്ങനെ പോകുകയാണ്, ഇങ്ങനെയുള്ള നാം സാധാരണ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ ഒരൊറ്റ സെൻറ്റൻസിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന സെൻറ്റൻസിൽ എല്ലാ ചേഞ്ചുകളും നാം വരുത്തേണ്ടത് ഈ ഒരു ഓക്സിലിയറി വെർബിലായിരിക്കണം. അതായത് ആ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ഒരു കുഞ്ഞു വെർബിലായിരിക്കണം. അതായത് ഇവിടെ നമ്മൾ അവൻ സ്കൂളിലേക്ക് പോവുകയല്ല എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നോക്കൂ. അതായത് ഈസിനോടൊപ്പം ഒരു നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്കൂളിൽ പോവുകയല്ല എന്നായി മാറി. ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോവുകയല്ല എന്നായി മാറി. ഓക്കെ, എന്നാൽ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവൻ സ്കൂളിൽ പോവുകയാണോ എന്ന് നമ്മൾക്ക് പറയണം. ഇപ്പം ഇവിടെ പോവുകയല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇവൻ സ്കൂളിൽ പോവുകയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, പോവുകയാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കൂ. ഇനി നമ്മൾ ഇത് പോവുകയാണോ എന്ന് ചോദിക്കാനായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കൂ. ഇപ്പം നമ്മൾ പറഞ്ഞു ഹീസ് ഗോയിങ് ടു സ്കൂൾ അല്ലേ. ഈ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ അതിനു മുമ്പ് പറഞ്ഞത് മറന്നു പോകരുത്. ഈ ഓക്സിലറി വെർബിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഈസിനെ എടുത്ത് ഇവിടെ പോവുകയാണ് എന്നാണ് ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഈ ഈസിനെ എടുത്ത് നമ്മൾ പുറത്തോട്ട് എഴുതുമ്പോൾ അതെന്താവും? ഈസ് ഹീ ഗോയിങ് ടു സ്കൂൾ. ഈസ് ഹീ ഗോയിങ് ടു സ്കൂൾ. കണ്ടോ? അപ്പോൾ ഇതെന്താണ്? അവൻ സ്കൂളിൽ പോവുകയാണോ എന്ന ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ 2 സെൻറ്റൻസുകൾ ഉണ്ടാക്കി. ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത് ഹീസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? ഈസ് ഹീ ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോവുകയാണോ
ഈ 2 കാര്യങ്ങൾ നമ്മൾ ആ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അവൻ സ്കൂളിൽ പോവുകയല്ലേ എന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. അതെങ്ങനെ വരുമെന്ന് നോക്കൂ. അവൻ സ്കൂളിൽ പോവുകയല്ലേ എന്നിങ്ങനെ വരും. അതായത് നമുക്കറിയാം അവൻ സ്കൂളിൽ പോവുകയല്ല എന്ന് പറയാൻ നമ്മൾ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ ഉപയോഗിച്ചില്ലേ ഇല്ലേ? ഈ ഈസ് നോട്ടിനെ, അതായത് ഇത് പോവുകയല്ല എന്നാണല്ലോ, ഈസ് നോട്ടിനെ നമ്മൾ ആദ്യം എഴുതുമ്പോൾ അതെന്താവും? ഈസിൻ്റെ ഹി എന്നാവും. ഈസിൻ്റെ ഈ ഹിയെ ഇവിടെ കൊണ്ടുവരുന്നു. ഈസിൻ്റെ ഹി ഗോയിങ് ടു സ്കൂൾ എന്ന് വെച്ചാൽ എന്താണ്? അവൻ സ്കൂളിൽ പോവുകയല്ലേ. അപ്പോൾ 3 രീതിയിൽ നമ്മൾ സെൻറ്റൻസുകളാക്കി. ഒന്നാമത് നമ്മൾ പറയുന്നത് ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. രണ്ടാമത് നമ്മൾ പറയുന്നത് ഹീസ് ഹി ഗോയിങ് ടു സ്കൂൾ. ഇപ്പോൾ മൂന്നാമത് നമ്മൾ ഈസിൻ്റെ ഹി ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 3 സെൻറ്റൻസുകളായല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ നമ്മൾ അവൻ സ്കൂളിൽ പോവുകയാണോ എന്നുള്ളതിന് ഈസ് ഹി ഗോയിങ് എന്ന് എഴുതിയില്ലേ. എന്നാൽ അവൻ എവിടെ പോവുകയാണ് എന്നത് ചോദിക്കുമ്പോൾ അവൻ എവിടെ പോവുകയാണ്, എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ എവിടെ എന്നുള്ളതിന് എന്താണ്? വേറാണെന്ന് നമുക്കറിയാമല്ലോ. ഈ വേറിനെ നമ്മളെടുത്ത് ഈസിനോടൊപ്പം ആഡ് ചെയ്യുന്നു. വേർ ഈസ് ഹി ഗോയിങ്, വേർ ഈസ് ഹി ഗോയിങ്. അപ്പോൾ എന്തായി? അവൻ എവിടെ പോവുകയാണ് അല്ലെങ്കിൽ അവൻ എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നായി. എന്നാൽ അവൻ ഈ എവിടെ എന്നുള്ളതിനെ നമ്മൾ മാറ്റിയിട്ട് എങ്ങനെയെന്നാണെങ്കിലോ എന്ത് ചെയ്യും? ഹൗ ഈസ് ഹി ഗോയിങ്. വീണ്ടും അടുത്ത പുതിയ സെൻറ്റൻസായി. ഹൗ ഈസ് ഹി ഗോയിങ്. അവൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായി, അവൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന്, അതായത് ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന ഒരു സെൻറ്റൻസിൽ നിന്ന് നോക്കൂ, നമ്മൾ എത്ര സെൻറ്റൻസുകളാക്കി നോക്കൂ. ഇപ്പോൾ ഈ ഹീ ഈസ് ഗോയിങ് ടു സ്കൂളിനെ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂളാക്കി, അവൻ സ്കൂളിൽ പോവുകയല്ലെന്നാക്കി, പിന്നെയോ അവൻ സ്കൂളിൽ പോവുകയാണോ എന്നാക്കി, ഈസ് ഹി ഗോയിങ് ടു സ്കൂൾ. അവൻ ഈ സ്കൂളിൽ പോവുകയല്ലേ എന്നാക്കി, എങ്ങനെയാണ്? ഈസിൻ്റെ ഹി ഗോയിങ് ടു സ്കൂൾ, ഈസിൻ്റെ ഹി ഗോയിങ് ടു സ്കൂൾ. അവൻ എവിടെ പോവുകയാണ് എന്നാക്കി, എങ്ങനെയാണ്? വേർ ഈസ് ഹി ഗോയിങ്, വേർ ഈസ് ഹി ഗോയിങ്. പിന്നെ അവൻ എങ്ങനെ പോകുന്നു എന്നുള്ളത് എങ്ങനെയാക്കി? ഹൗ ഈസ് ഹി ഗോയിങ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ എത്ര എളുപ്പത്തിലാണ് ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ഇത്രയും സെൻറ്റൻസ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നുള്ളതിന് നമ്മളിപ്പോൾ 6 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ ഇപ്പോൾ എഴുതി. ഇനി നമുക്ക് നോക്കേണ്ടത് ദേ ആർ ഗോയിങ് ടു സ്കൂളാണ്. ദേ ആർ ഗോയിങ് ടു സ്കൂൾ. ദേ ആർ ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഇവിടെ അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പോവുകയാണെന്നുള്ളത് അവർ സ്കൂളിൽ പോവുകയല്ല എന്നെങ്ങനെ എഴുതും? നമ്മൾ ഈ ആറിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? നോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തായി? ദേ ആർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല. ഓക്കെ. എന്നാൽ അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നാണെങ്കിൽ ഈ ആറിനെ ആദ്യം എഴുതുന്നു. ആർ ദേ ഗോയിങ് ടു സ്കൂൾ. അവർ സ്കൂളിൽ പോവുകയാണോ? ആർ ദേ ഗോയിങ് ടു സ്കൂൾ. എന്നാൽ അവർ പോവുകയല്ലേ എന്നാണെങ്കിൽ ആറിൻ്റെ ദേ ഗോയിങ് ടു സ്കൂൾ, ആറിൻ്റെ ദേ ഗോയിങ് ടു സ്കൂൾ. ഓക്കെ. അപ്പം എന്നാൽ അവർ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ വേർ ആർ ദേ ഗോയിങ്, വേർ ആർ ദേ ഗോയിങ്. അപ്പോൾ ഇവിടെയും നോക്കൂ, ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് എത്രമാത്രം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഒറ്റ സെൻറ്റൻസിൽ നിന്നും നമുക്ക് 10 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഓക്കെ, 10 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഈ രീതിയിലുള്ള വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില ക്ലാസ്സുകളാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് വേഗം ഒന്ന് ഓർക്കുക.
ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്ലാസ്സിൻ്റെ എക്സർസൈസാണ്. അപ്പോൾ ഈ എക്സർസൈസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 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 ക്വസ്റ്റ്യൻ മാത്രം ഞാൻ തരാണ്. ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഈ 5 ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഓക്കെ, 5 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ എഴുതുക. ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ അത് നിങ്ങൾ ചെയ്യേണ്ടത്, നീ ഫുട്ബോൾ കളിക്കുന്നില്ല, നീ ഫുട്ബോൾ കളിക്കുകയാണോ, നീ ഫുട്ബോൾ കളിക്കുന്നില്ലേ, ഇങ്ങനെ രീതിയിൽ 5 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.